എന്റെ അമ്മേ. കല്യാണത്തിന് എനിക്ക് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എന്തോ വ്യവസ്ഥകൾ? ആയിക്കോട്ടെ. ഒന്ന്, കല്യാണം കഴിഞ്ഞാലും ഇവളുടെ ഇപ്പോഴുള്ള ജോലി കളയരുത്. ജോലി കളയുന്നില്ല. ഇനിയുള്ളത് എന്റെ കാര്യമാണ്. അത് ഏറ്റെന്ന് പറഞ്ഞല്ലോ. അതും കഴിഞ്ഞാൽ പിന്നെയുള്ളത് ചിറക് മുളയ്ക്കാത്ത എന്റെ മകന്റെ കാര്യമാണ്. മോനെ രാജേഷേ, എടാ കുഞ്ഞേ. എന്താ വെച്ചാ? ഇതാണോ ചിറക് പൊളയ്ക്കാത്ത മകൻ? എന്താ, ഒന്ന് കാണിച്ചു തരാവോ? ഇവൻ എവിടെയാ ചിറക് മുളച്ചിരിക്കുന്നത്? ഞാൻ ഉറവായിട്ടില്ലടോ. ഇവനെ നിങ്ങൾ പഠിപ്പിച്ച് കളക്ടറാക്കണം. എന്തോ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? എങ്കിലും ആലോചന ഇവിടെ തന്നെ വെച്ച് നിർത്താം. അച്ഛാ, പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, കളക്ടറാക്കുന്ന കാര്യം ഇവനും ഏറ്റു. എന്താ ഏറ്റില്ല മോനെ? ഏറ്റച്ച. ഉപകാരം. എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ഇല്ല, തീർന്നില്ല. മാസം തോറും ശമ്പളം കിട്ടിയാൽ ഇവളുടെ ശമ്പളം എന്റെ കയ്യിൽ കൊണ്ട് തന്നു. തന്നോ? ഓ, തന്നു. അതിൽ നിന്നും എനിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി തിരിച്ചു തരുന്നു. സമ്മതമാണോ? സമ്മതം. ആ, എങ്കിൽ പിന്നെ കല്യാണം നടന്നോട്ടെ. അതെ അതെ, രണ്ടുപേരും കൂടി എന്നെ പഠിപ്പിക്കുക. മുത്തശ്ശി ഞങ്ങള് മലയാളം പഠിപ്പിക്കും, ഞങ്ങളും മുത്തശ്ശി ഇംഗ്ലീഷും പഠിപ്പിക്കും. കൊള്ളാമല്ലോ, അതൊരു നല്ല കൊടുക്കവാങ്ങലാണല്ലോ. ആരാ അവിടെ ഒളിച്ചു കളിക്കുന്നത്? അകത്തേക്ക് വരാം. വരണം. ഇന്ന് എന്താണാവോ ഡിമാൻഡ്? എക്സ്കർഷനോ ടൈം ടേബിൾ ബുക്കോ? അവൻ പറയുന്നതിന് മുൻപ് ഇങ്ങനെ വാരിയാലോ? അവന് കോളേജിൽ പോവാൻ ബസ്സിൽ ഭയങ്കര തിരക്കാണെന്ന്. ഓഹോ, എന്നാ ഹെലികോപ്റ്ററിൽ പോട്ടെ. ഇപ്പൊ എന്റെ കൂട്ടുകാരെല്ലാം ബുള്ളറ്റിലാളിയാ വരുന്നത്. ആഹാ, അപ്പൊ താൻ മാത്രം സിമ്പിൾ ആയിട്ട് ബസ്സിൽ ചെന്നിറങ്ങുമ്പോ പെമ്പിള്ളാരൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കൂലേ? ഇതൊരു ചാൻസ് അല്ലേ? ഓ, ചാൻസ് എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അളിയൻ വരുമ്പോ പറയാൻ ഞാൻ പറഞ്ഞു. ശരി, ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ബസ്സിൽ തന്നെ പോ. അടുത്ത വർഷം നമുക്കൊരു ബുള്ളറ്റ് വാങ്ങിക്കാം. എന്താ? മതി അളിയ, അടുത്ത വർഷം മതി. ആ, എങ്കിൽ അളിയൻ പോ. വരട്ടെ അളിയ. പോയി വാളിയാ. പേടിക്കണ്ട, ഇത് ഞാനാ. അമ്മാവൻ എന്ത് വേണം? ഉയ്യോ, അമ്മാവനോ? ചങ്കി കുത്തുന്ന വിളി വിളിക്കാതെ മീനാക്ഷി. ഇതേ എണ്ണക്കേട് കൊണ്ടുള്ള നരയാ. അങ്ങോട്ട് മാറി നിൽക്ക്, എനിക്ക് മുറി തൂക്കണം. തൂത്തോ തൂത്തോ, അതിനെന്താ? അതിനു മുമ്പ് കുളിമുറി വന്നിട്ട് എന്റെ ഈ പുറമൊന്ന് തേച്ചതാ. അതിന് വേറെ ആളെ നോക്ക്. എന്റെ പൊന്നു മീനാക്ഷിയല്ലേ, നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്താ മീനാക്ഷി? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. എനിക്കിവിടെ ജോലിക്ക് കേൾക്കാൻ പറ്റില്ല. അത് എവിടുത്തെ മര്യാദയാ? നീ വന്നിട്ട് 4 ദിവസമല്ലേ ഉള്ളൂ. വന്ന അന്ന് തന്നെ പോകേണ്ടതായിരുന്നു. എന്നാൽ ആ മനുഷ്യന്റെ സൂക്കേട് ഇന്ന് തീരും നാളെ തീരും എന്ന് കരുതി ഇതുവരെ നിന്നത്. സൂക്കേടോ? ഇവിടെ ആർക്കാ സൂക്കേട്? കൊച്ചമ്മയുടെ അച്ഛന് തന്നെ, അല്ലാതെ ആർക്കാ? ഒന്ന് പതുക്കെ പറ, സേതൂട്ടം കേൾക്കണ്ട. ആര് കേട്ടാൽ എനിക്കൊന്നുമില്ല. ഇങ്ങനെയുണ്ടോ ഒരു വൃത്തിയുടെ മനുഷ്യൻ? എടീ, മര്യാദയ്ക്ക് സംസാരിക്കും. മര്യാദയോട് കാണിച്ചാലേ പറയും. എന്താ എന്താ? ആ, ഒന്നുമില്ല ഒന്നുമില്ല. ഇല്ലെന്ന് ആര് പറഞ്ഞു? കൊച്ചമ്മ എന്തിനാ വിളിക്കുന്നത്? ഈ കൊച്ചമ്മയുടെ അച്ഛൻ എപ്പോ കുളിക്കാൻ കയറിയാലും എന്നെ അകത്തേക്ക് വിളിക്കും. അയ്യോ, അതെന്തിന്? ഈ സേതോട്ട് അതിനപ്പുറം. നീ അടുക്കളയിലേക്ക് ചെല്ല്, ഞാൻ വന്നിട്ട് സമാധാനം ഉണ്ടാക്കാം. ഒരു സമാധാനം ഉണ്ടാക്കണ്ട, എനിക്ക് ഇവിടുത്തെ ജോലിയും വേണ്ട. അപ്പോ പുള്ളിക്കാരന്റെ പഴയ ഏർപ്പാടൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ല അല്ലേ വസന്തി? സേതോട്ടന്റെ കാര്യം നോക്ക്. ഓ, ഇന്നും വണ്ടിക്ക് സൂക്കേടായിരിക്കും. സൂക്കേടൊന്നുമില്ല, അവന്റെ ബാക്ക് ടയർ ഒന്ന് പഞ്ചറാ. ഇത് എവിടെങ്കിലും കൊണ്ട് കളയാവോ? സ്ഥലമെങ്കിലും ഒഴിഞ്ഞു കിട്ടിയേനെ. മോനെ സേതു, എന്താ ഇവിടെ എന്താ ഒരു ഒച്ചയും ബഹളമൊക്കെ കേട്ടത്? ആ വേലക്കാരി പെണ്ണ് പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്നില്ല. അതിന് വാസന്തി അവളെ ശകാരിച്ചതാ. ഓഹോ, അവള് പോയോ? ആ മീനാക്ഷി പോയില്ല, പോകും. ഓ, പോട്ടെ പോട്ടെ പോട്ടെ, അനുസരണയില്ലാത്ത ശവം. അല്ല സേതു, സേതു ഈ സർക്കിട്ട് പോകുമ്പോ കൊച്ചു പെമ്പിള്ളേരെ കിട്ടുകയില്ലേ? കൂടിയാ 14, കുറഞ്ഞാ 12. ഇതിനിടയിലുള്ള പെമ്പിള്ളേരാകുമ്പോ വീട്ടുജോലിക്ക് നിർത്തിയാ നല്ല അനുസരണ ഉണ്ടാകും.
അങ്ങനെ ഒരു പെണ്ണുണ്ട്. ഉണ്ടോ? ഉം. കാണാൻ എങ്ങനെയാ? കാണാനൊക്കെ മിടിക്കുക, അതെയോ? പക്ഷേ വയസ്സിന് അല്പം കുറവാണെന്ന്. എന്നാലും ഉദ്ദേശം എത്ര കുറയും? വെറുതെ എന്തിനാ ഉദ്ദേശം പറയുന്നത്? നമ്മുടെ ബിന്ദുമോളാ. അപ്പോഴേ വേലു, തന്റെ ഈ ചിഞ്ചിരത്തിന് പുറകിൽ നിന്ന് മാറ്റി കൊടുത്താമോ? എന്താ കാര്യം? താൻ ആശാൻ കേൾക്കാൻ വേണ്ടി മുക്കാനും മൂളാനും തുടങ്ങിയിട്ട് നേരം കുറയായല്ലോ. എടോ, അനാവശ്യം പറയരുത്. അനാവശ്യമാണോ? അവനെ പുറകിൽ നിർത്തിയിട്ട് മറ്റുള്ളവരുടെ കൈ നോക്കിച്ച് കളിക്കുകയല്ലേ താന്? ഈ സ്ഥാപനം എന്റെ വകയായി പോയി, അല്ലെങ്കിൽ എന്നെ മറുപടി പറയായിരുന്നു. ഉടക്കാതെ വേലു, ഉടക്കാതെ. ഉടക്കിയില്ലെങ്കിൽ അയാൾ പിന്നെ ഇങ്ങനെ ഉടക്കുപോലും ആകുന്നത്. പക്ഷെ ചിഞ്ചിലത്തിനെ മാറ്റി നിർത്തിയിട്ട് ഇനി കളിച്ചാൽ മതി. നേരെ അത് മതി. പുറകെ മറിയണ, വെറുതെ പേര് ദോഷം വന്നിക്കുക. മറിക്ക് ആ കളി. ആശാൻ വന്നല്ലോ. ഭജഗോവിന്ദം 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 മൂഢനിതാ. എടാ ചിഞ്ചിലെന്നാണോ? ഒന്ന് നിർത്തടാ. അവന്റെ ഒരു ആശാനെ എവിടെ ആയിരുന്നു ആശാനെ? കുറച്ചു നേരം കാത്തിട്ട് ഞങ്ങളങ്ങ് തുടങ്ങി. ഇരിക്കും. അതേ, ഇന്നെനിക്ക് ചെറിയൊരു വശപ്പശക് പറ്റി. ഞാൻ അറിഞ്ഞു. ആ വേലക്കാരി മീനാച്ചി പോയല്ലേ? അത് വേലു എങ്ങനെ അറിഞ്ഞു? അവളെ വഴി വെച്ച് കണ്ടു. എടോ, പയ്യെ തിന്നാ പനയും തിന്നാമെന്നല്ലേ പ്രമാണം? ഒരാഴ്ച ഒന്ന് ക്ഷമിച്ചിട്ട് തുടങ്ങിയ പോലായിരുന്നു. എനിക്ക് അതിനുള്ള ക്ഷമ കിട്ടുന്നില്ല വേലു. ഈ ക്ഷമ കിട്ടാൻ എന്താ ഒരു വഴി? വഴിയൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. പക്ഷെ ജലമുണ്ട്. ഏറ്റു. എന്നാ കൊടു. വലുതോ ചെറുതോ? വലുത് തന്നെ പോരട്ടെ, ഇത്രയും പേരുള്ളതല്ലേ. എന്നാ പട്ട മതി. ഓ, മുട്ടിയാനായിട്ട് പട്ടയെങ്കിൽ പട്ട. എന്നാ എടാ, എന്റെ മോള് ജോലി ചെയ്തുകൊണ്ടാകുന്ന കാശാ, ബാക്കി ഇങ്ങോട്ട് തരണം. ഇതിലെന്തോ നാശന്റെ ബാക്കി? പോരാതെ വന്നാൽ കടം പറഞ്ഞേക്കാം. എന്റെ പൊന്നു കാണൂ, പട്ടസാപ്പി മാത്രം എന്റെ പേര് എഴുതിക്കല്ലേ. വേണമെങ്കിൽ ആശാന്റെ അല്ല, നിന്റെ പേര് എഴുതിച്ചോ. ആ, ഈ റൗണ്ട് കൂടി കഴിഞ്ഞിട്ട് എനിക്കും കൂടി ഒന്ന് കുത്തിയിടും. ആശാനെ, ഈ പിച്ചാത്തി ഒന്ന് മാറ്റിക്കേ. ഓ, ഒന്ന് മാറ്റിക്കേ. സേതുവിന്റെ അമ്മേ, എനിക്ക് കുളിക്കാൻ ഇച്ചിരി ചൂടുവെള്ളം വേണമായിരുന്നു. അങ്ങോട്ട് കൊടുത്തയക്കാം. അതെ, മതി മതി, അത്ര ധൃതിയൊന്നുമില്ല. ഈ മുത്തച്ഛന് നാണമില്ലല്ലോ ഇങ്ങനെ നടക്കാൻ. മുത്തച്ഛന് ഒരു വലിയ മുണ്ട് മേടിച്ചു കൊടുക്കാൻ നമുക്ക് അച്ഛനോട് പറയാം. അമ്മായി, എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. നിക്കും മോനെ, ഇപ്പൊ തരാം. വീട്ടിൽ ഒന്ന് വന്നോട്ടെ. ആ മോനെ, ഈ ബക്കറ്റിൽ ഇരിക്കുന്ന ചൂടുവെള്ളം അച്ഛന് കുളിമുറിയിലേക്ക് ഒന്ന് കൊടുത്തേക്ക്. അച്ഛാ, ചൂടുവെള്ളം. എടാ, കോളേജിൽ പോകുന്ന നീയാണോടാ ചൂടുവെള്ളം കൊണ്ടുവരുന്നത്? നീ വീട്ടു ജോലി ഒന്നും ചെയ്ത് ഭക്ഷണമാകണ്ട. കൊണ്ടുപോടാ, കൊണ്ടുപോടാ. എടാ, ഇവിടെ കൊണ്ടുവരാൻ കളിക്കുന്നോ? എവിടെ വെക്കണം? എന്റെ നെഞ്ചത്തോട്ട് വെച്ചേരെ. നെഞ്ചത്ത് വെക്കേണ്ട തീയല്ലേ? അത് ചത്തിട്ട് പോരെ അച്ഛാ? തന്തയ്ക്ക് ഉറക്കാത്തവനെ. അത് എന്റെ കുഴപ്പമാണോ അച്ഛാ? ഇതൊന്ന് റിപ്പയർ ചെയ്ത് തീർന്നിട്ട് എന്നെ സമയത്ത് ഹോട്ടലിൽ കൊണ്ട് വിടാൻ പറ്റുമോ? ഒരു 5 മിനിറ്റ് വാസന്തി. 5 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. പ്ലഗ് സ്പാർക്ക് ചെയ്യുന്നില്ല. ഒന്ന് ക്ലീൻ ചെയ്താൽ ഇപ്പൊ സ്റ്റാർട്ട് ആവും. നീ ഒരുങ്ങിക്കോ, അപ്പോഴത്തേക്ക് വണ്ടി റെഡിയാക്കിയേക്കാം. ചെല്ലേ. സത്യം പറയാമല്ലോ, ഞാൻ ഇന്നലെയും കൂടി സുമിത്രാമയെ സ്വപ്നം കണ്ടു. എന്നെയോ? എന്താ കാര്യം? അതിപ്പോ കാണാൻ അഴകും ഐശ്വര്യമുള്ള പെണ്ണുങ്ങളെ സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം വല്ലതും വേണോ? അല്ലേ സേതുമാധവാ? ഞാൻ ചേച്ചി ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവിടെ ഇരിക്കുന്നേ. കുളി കഴിഞ്ഞാലേ കുറച്ചു നേരം ആരെങ്കിലും ആയിട്ട് കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ എനിക്കൊരു ഒരു ഒരു മജ കിട്ടൂ. ഓഹോ, സേതുമാധവാ, കുറച്ചു സമയം നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കും. കുളി കഴിഞ്ഞ് വന്നതല്ലേ, കുറച്ച് മജ കിട്ടിക്കോട്ടെ. കൊച്ചമ്മ അങ്ങോട്ട് മാറി നിന്നേ. തുണിയൊക്കെ മാധവി ഇടയ്ക്ക് തരാം. ജോലിക്കാരെ ആരെങ്കിലും അന്വേഷിക്കാമെന്ന് മാധവി പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? ഒരു രക്ഷയില്ല എന്റെ കൊച്ചമ്മേ. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്നിട്ടുള്ള ഒറ്റ ചെറുപ്പക്കാരികളും ഈ 5 അയലത്ത് കയറത്തില്ല. എന്നാ പഴയ വല്ല കിഴവുകളെ നോക്കാമെന്ന് വെച്ചപ്പോ അതിലപ്പുറം. അതെന്താ? എന്റെ കൊച്ചമ്മേ, രാത്രിയിൽ ആ മനുഷ്യൻ ജനലിന്റെ അടുത്ത് ഞാൻ അവരെ പേടിപ്പിക്കുമെന്ന് പറയുന്നു. അതെന്തിനാ? പ്രേതബാധയുള്ള വീടാണെന്ന് വിചാരിച്ച് കിളവികളൊക്കെ സ്ഥലം വിട്ടാ കൊച്ചു പെമ്പിള്ളാരെ കൊണ്ട് നിർത്തൂലേ? എന്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് പലതരം കിളവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വിശേഷപ്പെട്ട ചരക്ക് തന്നെ. അതൊക്കെ പോട്ടെ, അടുക്കള വല്ലതും ആയോ? എന്താകാൻ, വിശക്കുമ്പോ എല്ലാരും ഓടി വരും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യും?
ആ എല്ലാരും കുറച്ച് പഠിക്കട്ടെ. കൊച്ചമ്മയെ കൊണ്ട് കഴിയുന്നവരൊക്കെ ചെയ്താ മതി. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലിക്കാരി പെണ്ണിനെ കൊണ്ട് തരാൻ പറ്റില്ല അല്ലേ? എന്നില്ല, ഞാൻ പലയിടത്തും ജോലിക്കാരികളെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് എന്തോന്നൊരു പക്ഷേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിനൊരു കല്യാണം കഴിച്ചൂടെ? കല്യാണോ? നടപ്പുള്ള കാര്യാണോ? പിന്നെ പറ്റിയ ഒരുത്തെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവള് സമ്മതിച്ചോ? പെണ്ണിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സാറിന് സമ്മതമാണോ? എന്തോ പ്രായം വരും. പ്രായമൊക്കെ കണക്കാ. എന്നാലും ഒരു ഉദ്ദേശം. പ്രായത്തിന്റെ കാര്യത്തിൽ സാറ് വിഷമിക്കണ്ട, കാണാനും കൊള്ളാം. എങ്കിൽ പിന്നെ നമുക്ക് നടത്തിക്കളയാ. ഏതാ പെണ്ണ്? പെണ്ണ് ഞാൻ തന്നെയാ. നീയോ? അതെ, സാറിനെ ഞാൻ സഹിച്ചാ മതിയല്ലോ. കൊണ്ടുവന്ന് നിർത്തുന്ന പെൺപിള്ളേർക്ക് വീട്ടുജോലിയെങ്കിലും ചെയ്ത് ജീവിക്കാമല്ലോ. നീ എന്നൊന്ന് വാരിയതാണല്ലേ. നിന്നെ ഞാൻ എടുത്തോളാം. ഇപ്പൊ തന്നെ എടുത്തോന്നാ പറഞ്ഞത്. കൂട്ടത്തിൽ പോരട്ടെ? എടി 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 ആട്ടെ കടിച്ച് മാട്ടെ കടിച്ച് എന്തപ്പനാടത്തെ പിടിച്ച് കടിക്കരുത് കേട്ടോ. അയ്യാ. ഇയ്യേ. വളരെ ശരിയാ. വയറിന് സുഖം എപ്പോഴും പച്ചക്കറി ശാപ്പാട് തന്നെയാ. ഇച്ചിരി ഉണക്കമീൻ ചുട്ടുകൂടെ ഉണ്ടെങ്കിൽ പരമസുഖം. വാസിന്റെ ഊണ് മതിയാക്കിയോ? ഞങ്ങൾ ഏതായാലും വിശപ്പ് തീർന്നിട്ടേ നിർത്തുന്നുള്ളൂ. നേരാ, കറികൾ കുറഞ്ഞു പോയെന്ന് വെച്ച് ഉണ്ണാതിരിക്കാനൊക്കുവോ? പണ്ട് പട്ടിണി കിടന്ന കാലത്ത് കഞ്ഞിക്കമ്മ ഉപ്പും മുളകും ഞെരടി തരുമായിരുന്നു. അതിന്റെ സ്വാദം ഒന്ന് വേറെ തന്നെയാണ്. സ്റ്റാർട്ടാകുന്നില്ലല്ലോ. സാരമില്ലെന്നേ, ഞങ്ങൾ നടന്നു പോയിക്കോളാം. ഇപ്പൊ സ്റ്റാർട്ടാവും. കുഴപ്പമില്ലെന്നേ, ഊണ് കഴിഞ്ഞ എപ്പം നടക്കുന്നത് നല്ലതാ. വാ. വരട്ടെ വാസിന്റെ. നളിനി ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരണം. വരാം വരാം. സേതുമാധവാ, എനിക്കോ ഇവനോ ആർക്കാ മൂപ്പ് കൂടുതൽ? മേലാൽ ഇനി കുന്തയും മുറ്റത്ത് കണ്ടുപോരുത്. കണ്ടാ ഞാൻ കത്തിച്ചു കളയും. അത് പ്ലഗ് സ്പാർക്ക് ആകാത്തോ? മണ്ണാൻ കേട്ട നിങ്ങളുടെ ഒരു പ്ലഗ്. അതെ, വഴക്ക് വേണ്ട വഴക്ക് വേണ്ട. വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വന്ന് ഇവനെ തള്ളിച്ചു കൊണ്ടുപോയി ഇന്ന് തന്നെ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നിട്ട് നിനക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത്യാവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാശിന് അച്ഛൻ്റെ സൈക്കിൾ വാങ്ങിച്ചു തരാം. അപ്പൊ പിന്നെ സ്റ്റാർട്ടാകുന്നില്ല ഇത് പേടിക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല. എന്താ സേതുവിന്റെ അഭിപ്രായം? ഒരഭിപ്രായമില്ലേ? എന്നാ പോയിക്കോ. എടാ മോനെ, ഏത് സ്റ്റാർട്ടാകാത്തതും ഈ അച്ഛൻ തൊട്ടാ സ്റ്റാർട്ടാകും. അയ്യോ ഒരാളിറങ്ങാറുണ്ട്. അയ്യോ ആളിറങ്ങാറുണ്ട്. വനിയിൽ ആള് മാറാൻ. അയ്യോ പോയി ഭാരത്തോട്ട് പോയി. അയ്യോ പാലം മാറ്റിക്കോ, പാലം മാറ്റി. അയ്യോ ഞാൻ പോയി. എന്നാ പോ. അയ്യോ എന്നോ വണ്ടി പോയി. അയ്യോ വണ്ടി പോയേ. അയ്യോ വേഗം പോയേ. അയ്യോ എന്റെ അമ്മോ. എന്നാലും ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ, സന്തോഷം. ആരാ? എന്ത് വേണം? അയാളെവിടെ? അയാളെ ഇപ്പൊ ഞങ്ങൾക്ക് വേണം. അയാളോ? അതെ, അയാള് തന്നെ. അയാളെ കൊണ്ടാ ഞങ്ങൾ പോകൂ. ആരാ നിങ്ങൾക്ക് വേണ്ടത്? അയാളല്ലേ ആ മറ്റിടത്ത് ഗോവിന്ദൻ? മറ്റിടത്ത് ഗോവിന്ദൻ ആശാനെ, ഭജന ഗോവിന്ദൻ. അയാളെ പുറത്തേക്ക് ഇറക്കി വിടുന്നോ അതോ ഞങ്ങളെ അകത്തേക്ക് കടത്തി വിടുന്നോ? ഇപ്പോഴറിയണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് രൂപ വേണം. 250 രൂപ. 250. എന്തിന്? ഞാൻ അന്തസ്സായിട്ടൊരു ചീട്ടളി ക്ലബ്ബ് നടത്തുന്നവനാണ്. അന്തസ്സുള്ളവർ മാത്രമേ വന്ന് കളിക്കാറുള്ളൂ. നിങ്ങളുടെ അച്ഛനോട് വന്ന് കളിച്ച് തോറ്റു. കൈ കാശില്ല. അവസാനം ഞങ്ങളുടെ ജാമ്യത്തിലാണ് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് കിടക്കത്തുമില്ല, പൈസ കൊടുക്കത്തുമില്ല. ഇന്ന് പൈസ മേടിച്ചിട്ടേ ഞങ്ങൾ പോകൂ. കേരട്ടെ ആശാനെ. ഇവിടെ വാടാ. ആർക്കാടാ രൂപ വേണ്ടത്? ധൈര്യമുള്ള മുന്നോട്ട് വാടാ. മര്യാദയ്ക്ക് രൂപ തരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ ചോര പ്രണയമായിരിക്കും. കളിച്ചു തൊട്ട് രൂപയാണ് ചോദിച്ചത്. തരാത്ത മടി എന്താ? തരാൻ മനസ്സിലടാ. നിനക്ക് മേടിക്കാവോ? മേടിക്കും. അച്ഛൻ കളിച്ചു തോറ്റോ? തോറ്റു. ഇവര് ജാമ്യം നിന്നോ? നിന്നു. രൂപ കൊടുത്തോ? ഇല്ല. ഇനി കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഇല്ല. 250 രൂപയല്ലേ, ഞാൻ തരാം. വേണ്ട മോളെ, ഇത് ചീട്ടുകളിയാണ്. ചിലപ്പോ തോക്കും, ചിലപ്പോ ജയിക്കും. അത് വീട്ടിൽ കയറി ഒന്ന് കത്തി കാണിക്കുന്നത് എവിടുത്തെ മര്യാദയാ? കത്തി കാണിക്കുക മാത്രമല്ല ചിലപ്പോ ചങ്കിന് കയറ്റി തരുകയും ചെയ്യും. നിങ്ങൾ തമ്മിൽ ഇനി സംസാരിക്കണ്ട.
രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? എന്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നത് നിന്റെ ഭാഗ്യമാ. അത് ശരിയാ, അല്ലെങ്കിൽ ശവം ചോക്കേണ്ടി വരും. നിന്റെ അയ്യോ, ഇതാ അങ്ങോട്ട് കൊടുത്തേക്ക്. അത് വേണ്ട, കൊടുക്കാനുള്ളവർക്ക് ഞാൻ കൊടുത്തോളാം. നീ വാടാ. വേണ്ട, അച്ഛൻ എന്തിനു വെളിയിലേക്കൊന്നും പോകണ്ട. ഒന്ന് ചുമ്മാ ഇരി മോളെ. എന്റെ അച്ഛൻ ഒറ്റ കുത്തിന് 4 ആളെ കൊന്നിട്ടുള്ളവനാ. ഇവന്മാരെന്നെ എന്തോ ചെയ്യാനാ? വേണമെങ്കിൽ വാടാ. ഓ, രക്ഷപ്പെട്ടു. എന്റെ ഓഹരി ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ പോയിക്കോളാം. ഒരു 10 രൂപ കൊടുത്തരെ. 10 രൂപയോ? അമ്മേരെ ഒച്ചയും പോലെ ഉണ്ടെങ്കിൽ തരണല്ലോ 100 രൂപ. ആ 15 കൂടെ. എനിക്കൊരു 150. അപ്പൊ എനിക്കോ? എന്റെ മോളുടെ പെട്ടിയിലിരുന്ന രൂപയല്ലേ? പക്ഷേ അത് പുറത്തിറക്കിയ ഞങ്ങളല്ലേ? അല്ലേ? ആ, ഒരു കാര്യം ചെയ്യാം. കണക്കെല്ലാം നമുക്ക് ക്ലബിൽ പോയിരുന്നു പറയാം. ആ കാര്യം കൈയ്യെടു, കൈയ്യെടു. എടുക്കുന്ന ചുമ്മാ വാശനെ പറയാം. അച്ഛനെ ദേ വരുന്നു. അയ്യോ, അത് നമ്മുടെ മത്തങ്ങാ മാധവിയല്ലേ? തെമ്മാടുത്തരം പറയുന്നു. എന്താ അത് മത്തങ്ങാ മാധവി അല്ലേ? അയ്യോ, പിന്നെ അത് തന്നെ പറയാതെ. ആശാന്റെ സ്വന്തം സഹോദരിയാ മത്തങ്ങ. അയ്യോ, മത്തങ്ങ നിങ്ങളുടെ സഹോദരിയാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്റെ പേര് സത്യം. വാ. ഹോ, ചേട്ടാ, ചേട്ടാ, ആ നിങ്ങള് ക്ലബിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാം. അപ്പോഴേ രൂപ നിന്റെ കയ്യിലാ. മാധവനെ വിളിച്ചായിരുന്നു. തലയും കുനിച്ച് പോയാ പിന്നെ വിളിക്കാതിരിക്കാൻ ഒക്കുവോ? ചേട്ടൻ എന്താ ഇപ്പൊ വീട്ടിലോട്ട് വരാത്തത്? ക്ലബിൽ നിന്ന് പോയ സമയം കിട്ടണ്ടടി, അവിടെ ഭയങ്കര തിരക്കല്ലേ. ഓ, ചേട്ടന്റെ ഒരു തിരക്ക്. ഈ കയ്യിൽ എന്തോന്ന്? അയ്യോ മാധവ, ഇത് വേറൊരാളുടെ രൂപ. ആരുടെ രൂപ എന്താ ചേട്ടാ? ഞാനല്ലേ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ ആവശ്യമുണ്ടെന്ന്. പെണ്ണിന് ഫീസ് കൊടുക്കാനാ ചേട്ടാ. ആ, എന്നാ എടുത്തു. അവിടെ നല്ലപോലെ പഠിക്കാൻ പറഞ്ഞടി. കുടുംബത്തിൽ നിന്ന് ഒരുത്തിയെങ്കിലും കണ്ണു തെളിഞ്ഞ് വരട്ടെ. ഒന്ന് പിടിച്ചോനെ, ഒന്ന് പിടിച്ചോ, ഒന്ന് പിടിച്ചോ, മുറുകെ പിടിച്ചോ. കഷ്ടപ്പെട്ടു. പെടലി ചൊടിഞ്ഞു പോയി. ഒരു രക്ഷ പിടിച്ചുകൊണ്ട് പോരാവും ഞാൻ പറഞ്ഞതാ, കേൾക്കണ്ടേ? ഈ ഇരുട്ടത്ത് എന്നെ എവിടെയെങ്കിലും തള്ളിയിട്ട് കൊല്ലണം നിനക്ക് വലിയ വാശിയാണല്ലടാ. അതിരിക്കട്ടെ, ഇത്രയേറെ പാത്രങ്ങൾ എന്തിന്? 2 ദിവസത്തേക്കുള്ള ചാപ്പാട് ഒന്നിച്ച് വാങ്ങിച്ചോണ്ടെങ്കിൽ പോകുന്നു. ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ തന്നെ പോകണ്ടേ. അയ്യേ, അപ്പൊ വലിച്ചോയില്ലേ അച്ഛാ? എന്തിന്? വെള്ളത്തിലിട്ട് വെച്ചേക്കണം. പണ്ടെന്റെ അമ്മ ഒരാഴ്ചത്തേക്കുള്ള ചോറ് ഒന്നിച്ച് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. പിന്നെ വലിയ വലിപ്പ് തോന്നുകയാണെങ്കിൽ ഒരു കാന്താരി വളം ഞെരടിയാക്കണം. ആ ശരി ശരി, ഇതൊക്കെ ഒന്ന് ഡൈനിങ് ഹാളിലേക്ക് എടുക്കണമല്ലോ. അത് വേണോ? ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് ഇവിടെ കഴിച്ചാൽ ഇരുന്ന് പോലെ. കഴിക്കാനോ? അപ്പൊ ഇനി ഇത് ഇവിടെ നിന്നും വെക്കണോ? പൊക്കടാ മോനെ, ഇത് നമ്മുടെ വിധിയാടാ. എല്ലാരും കൂടെ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എടുത്ത് കഴിച്ചൂടെ? കൈയിട്ട് വാരി തിന്നാനൊക്കുവോ? ഒന്ന് വിളമ്പിത്താ ചേച്ചി. ഇതൊക്കെ ഒന്ന് കോരി ഇലയിലിടുന്ന എങ്ങനെയാ? തവിയും സ്പൂണൊക്കെ അടുക്കളയിൽ ഇരിപ്പുണ്ടോ മമ്മി? ഞാൻ എടുത്തോണ്ട് വരാം. ഞാനും വരാം. ഇങ്ങനെ കുഴയുമല്ലോ. ആ അനുഭവിക്ക്. അപ്പോഴേ എന്നും ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കാമെന്നാണോ വിചാരം? ഇങ്ങനെയായാൽ നമ്മുടെ 2 പേരുടെ ശമ്പളം 15 ദിവസത്തേക്ക് തികയില്ല. എനിക്ക് അടുക്കള ജോലി ചെയ്ത് ശീലമൊന്നുമില്ല. ശീലമില്ലെങ്കിൽ ശീലിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് ജോലിക്ക് പോണ്ടേ? ജോലിക്ക് പോകുന്നവരാരും അടുക്കളപ്പണി ചെയ്യുന്നില്ലേ? അവരവർക്ക് ആവശ്യമുള്ളത് പാചകം ചെയ്തിട്ട് ജോലിക്ക് പോകും. അങ്ങനെയൊക്കെയാണ് പതിവ്. വീട്ടു ജോലിക്ക് ആളെ കിട്ടുന്നില്ലെന്ന് വിചാരിച്ച് പട്ടിണി കിടക്കാൻ പറ്റുമോ? ഇതൊരു നാശമായിപ്പോയി. അങ്ങനെയൊന്നും പറയരുത് വാസന്തി. എത്ര പഠിച്ചവരായാലും വലിയവരായാലും സ്ത്രീയാണോ പാചകം കൂടി അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ചില സന്ദർഭങ്ങളിൽ ശ്വാസം മുട്ടിപ്പോകും. ഇതെന്താ അറിയാത്തത്? അമ്മ അമക്കിയാരക്ക് അല്ലാതെ അങ്ങനെ അറിയുന്നത്? എനിക്ക് വയ്യ, എന്റെ കൈയെല്ലാം ഊത്തലെടുക്കുന്നു. ആ അതിന് വഴിയുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ വിട്ട് ചൂടാക്കിയാൽ ഊത്തൽ മാറും. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു അമ്മ എന്റെ കൈ ഒന്ന് ഊതിത്താ. എന്താണ് കാഴ്ച കണ്ടോണ്ടിരിക്കുന്നത്? പോടെ അപ്പുറത്ത്. ആ ഊതിയതൊക്കെ മതി, ഇങ്ങോട്ട് അരയ്ക്ക.
ഇതെന്തോ അറിയാമോളെ? അത് ക്യാബേജാ. ആഹാ, കണ്ടിട്ട് കോഴിത്തീട്ടം പോലെ ഇരിക്കുന്നല്ലോ. അയ്യേ, ചേച്ചി ഞാൻ എഴുന്നേറ്റോട്ടെ? എന്താടാ മോനെ? എനിക്ക് വയറ്റിന് വല്ല സുഖമില്ല. ഓ, ഇന്ന് ഏകാദശിയല്ലേ? ഞാൻ ആ കാര്യം മറന്നുപോയി. എനിക്ക് നോമ്പാ. എന്റെ മമ്മി, ഇത് എങ്ങനെ കഴിക്കും? ഉപ്പും ഇല്ല, മുളകും ഇല്ല. ഇത് എനിക്ക് വേണ്ട. മമ്മി, എനിക്ക് ഛർദിക്കാൻ വരുന്നു. വേണമെങ്കിൽ എണീറ്റ് പോ അവിടുന്ന്. ശവങ്ങള്. വസന്തേ, ഇരിക്കെ. എന്തിനാ? ഇതൊന്ന് കഴിച്ചു നോക്കിയാലല്ലേ എല്ലാരും എന്താ എഴുന്നേറ്റ് പോയെന്ന് മനസ്സിലാവൂ. ഇരിക്കെ. എനിക്ക് വേണ്ട. ഇരിക്കാനല്ലേ പറഞ്ഞത്? വേണമെന്നല്ലേ പറഞ്ഞത്? വസന്തേ, നീ ഇത് കണ്ടോ? ഇതിലൊരൊറ്റ മരുന്നേ ഉള്ളൂ. കാരണക്കുറ്റിക്കൊരടി. അടിച്ചോളൂ, അടിച്ചു കൊന്നോളൂ. എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? അറിയില്ലെങ്കിൽ പഠിക്കുന്നവടി. അതിന് പകരം പാത്രങ്ങൾ വലിച്ചെറിയുന്നതേ ചമ്മാടത്തര. എന്ത് പറഞ്ഞാലും കൊള്ളാം. പാചകം ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ആവശ്യമുണ്ടടി. ഒരു വീട്ടിൽ ഭാര്യയായിട്ടും അമ്മയായിട്ടും ജീവിക്കണമെങ്കിൽ അവൾ പാചകം കൂടെ പഠിച്ചിരിക്കണം. അതിനെ എന്റെ മോളെ കിട്ടില്ല. പാചകം ചെയ്യാനേ വീട്ടുജോലിക്കാരിയെ നിർത്തണം. വീട്ടുജോലിക്കാരികളെ നിർത്താൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ആര്? ഞാനോ? എന്താ സംശയം? നിങ്ങൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം വീട്ടുജോലിക്ക് ആളെ കിട്ടില്ല. നീ കേട്ടോടി മോളെ, നിന്റെ ഭർത്താവ് പറഞ്ഞു, നീ കേട്ടോ? അപ്പോ അമ്മ പറഞ്ഞത് എന്റെ മകനും പറയാണ് അല്ലേ? വിവരദോഷം പറയാതെ കഴുതേ. അച്ഛനെ അല്ല, മകളെയാ. കാര്യങ്ങളൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ, പിന്നെന്തിനാ അമ്മയും മോനെ കുറ്റം പറയുന്നത്? ചുരുക്കി പറയാ, ഞാൻ ഇവിടെ നിന്ന് പോണം. അല്ലടി മോളെ? ആരും പോവൊന്നും വേണ്ട. മോള് പാചകം ചെയ്യാൻ പഠിച്ചാൽ മതി. എനിക്ക് മനസ്സില്ല. മനസ്സുണ്ടാവും. നീ പാചകം ചെയ്യാനും പഠിക്കും. ആദ്യം ആ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യേ. അത് കഴിഞ്ഞിട്ട് ഈ ഷർട്ട് കഴി തന്നാ മതി. അടിക്കല്ലേ? ചെല്ലുമോളെ, ചെല്ല് ചെല്ല്. ഇവൻ ആള് റൗഡിയാണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ചെല്ലുമോളെ, നീ ആ മേശപ്പുറമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്ന് ശരി. വാ, അച്ഛനെ സഹായിക്കാം. വാ 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 മോളെ. മോളെ, ഞാൻ പോകുന്നു. വാസന്തി അവിടെ നിൽക്ക്. നിൽക്കാൻ എനിക്ക് സമയമില്ല. സമയം ഉണ്ടാവണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വൈകിട്ട് ഞാൻ വരുമ്പോ പറഞ്ഞ പോരെ? പോരാ, അവിടെ നിൽക്ക്. മധു കഴിച്ചോളൂ. വാസന്തി ജോലിക്ക് പോയാൽ ഇവിടെ ആരാ? ഇവിടെ നിങ്ങളില്ലേ? ഇന്നുകൊണ്ട് എന്റെ ലീവ് കഴിയും. നാളെ മുതൽ എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോഴോ? അപ്പോഴെന്താ? നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോകും, ഞാൻ എന്റെ ജോലിക്ക് പോകും. നമ്മുടെ കുഞ്ഞുങ്ങളോ? അവരുടെ കാര്യത്തിൽ എനിക്ക് മാത്രമല്ലല്ലോ ബാധ്യത. ശരി, വാസന്തിയുടെ അച്ഛനും സഹോദരനും ഇവിടെ ഉണ്ടല്ലോ. അവരുടെ കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അവര് ഹോട്ടലിൽ നിന്ന് കഴിച്ചോളൂ. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു വീടെന്തിന്? അതെ, സ്വയം തീരുമാനിച്ചാ മതി. വാടക വീടല്ലേ? വേണ്ടെങ്കിൽ വിട്ടോളയൂ, ഇല്ലെങ്കിൽ അടച്ചിടണം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. വാസന്തി കുറച്ചുള്ള ലീവ് എടുത്താൽ മാത്രം മതി. ഞാൻ ലീവ് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എനിക്ക് വീട്ടുകാര്യങ്ങളൊന്നും നോക്കാൻ അറിയില്ല. അറിയില്ലെങ്കിൽ പഠിക്കണം. പുരുഷൻ പ്രസവിക്കുന്നില്ല, സ്ത്രീ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ. അവർക്ക് മാത്രമേ മുലയൂട്ടാനും പറ്റൂ. കുഞ്ഞുങ്ങളെ വളർത്തേണ്ടവളാണ് സ്ത്രീ. അവരെ വളർത്താൻ ഒരു കൂട് വേണം. അതാണ് വീട്. ആ വീടിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ അറിയാത്തവൾ പെണ്ണല്ല, അവൾ അമ്മയായിക്കൂടാ. ഓഹോ, ഇത്രയും വലിയ അറിവുകളൊക്കെ മനസ്സിലുണ്ടായിരുന്നോ? ഇതുവരെ ഇതൊക്കെ എവിടെ ഒളിച്ചു വെച്ചിരുന്നു? ഒളിച്ചു വെച്ചിരുന്നതല്ല, അടങ്ങിക്കിടന്നതാണ്. നിന്നോടുള്ള ആരാധന കൂടിയപ്പോ അറിവ് അടങ്ങിപ്പോയടി. ഐ സീ. ആ, അതിതുവരെ മനസ്സിലായിട്ടില്ലേ? ഭാര്യയുടെ അടിമയെ പോലെ നടക്കുന്ന പലരും അറിവ് കുറഞ്ഞു വരുന്നതല്ല, ആരാധന കൂടിപ്പോയവരാണ്. എന്നെ പോലുള്ള ശുദ്ധാത്മാക്കൾ, വിഡ്ഢികൾ. എനിക്കിതൊന്നും കേട്ടേക്കാൻ സമയമില്ല, ഞാൻ പോകുന്നു. ആ, വേഗം പോയി ലീവ് എഴുതി കൊടുത്തിട്ട് പോരെ. ലീവ് എടുക്കില്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്? ലീവ് എടുക്കണം ഞാനല്ലേ പറഞ്ഞത്? പോയി എഴുതി കൊടുത്തിട്ട് വാ. ഞാൻ മുറിയിലിരുന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സന്തോഷം, കേട്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നായിരിക്കും ചോദ്യം. ഇല്ല, അങ്ങനൊരു ചോദ്യം ഇല്ല. ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ലേ? അവളെ എന്റെ മകളാ. പക്ഷേ എനിക്ക് കല്യാണം ചെയ്തു തന്നു പോയില്ലേ? കല്യാണത്തിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. മറന്നോ അതൊക്കെ? എന്തൊക്കെയായിരുന്നു വ്യവസ്ഥകൾ? ജോലി കളയരുത്. കളയണമെന്ന് പറഞ്ഞില്ല, ലീവ് എടുക്കാനേ പറഞ്ഞുള്ളൂ. ജോലി കളയുന്നതും ജോലിക്ക് പോകാതിരിക്കുന്നതും ഒരുപോലെയാ. അങ്ങനെയാണെങ്കിലേ മോള് 2 പ്രസവിച്ചു, അതും വ്യവസ്ഥയിലുണ്ടായിരുന്നോ? ഈ ചോദ്യം ഞാൻ റൂൾ ഔട്ട് ചെയ്തിരിക്കുന്നു. അത് അങ്ങ് അസംബ്ലി പോയി പറഞ്ഞാൽ മതി. അസംബ്ലിയിലോ? അസംബ്ലിയിൽ പോയി പറയാൻ ഞാനാരാ? താജീദാരോ? ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ വാസന്തി ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ?
ഇവൻ ആരിവൻ? വാസ്കോടി ഗാമയോ? മോളെ, ആ വിവരദോഷി പറയുന്നൊന്നും കേട്ട് നീ ലീവ് എടുക്കരുത്. ആര് പറഞ്ഞാലും ഞാൻ ലീവ് എടുക്കില്ല അച്ഛാ. ആ, ലീവ് എടുത്താലേ അത്രയും ദിവസം ഡൈനാമിറ്റായി പോവും. ഡൈനാമിക് അല്ല അച്ഛാ, ഡേയ്സ് നോട്ട്. അത് തന്നെ. അത് ഹോട്ടലിനില്ല. ഒണ്ടേലും ഇല്ലേലും ലീവ് എടുത്താ അത് കുറച്ചേ ശമ്പളം കിട്ടൂ. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ വരേണ്ടത്. ഇതാണോ ലേഖയുടെ വീട്? അതെ, അകത്തേക്ക് വരൂ. വരൂ രാജേഷ്. വാമോനെ, അകത്തോട്ടിരിക്കാം. മാധവ ചേച്ചിയോ? ചേച്ചി എന്തിനാ ഇവിടെ വന്നത്? അതെന്തൊരു ചോദ്യമാ മോനെ. ഞാൻ പിന്നെ ഇവിടെ പോകാനാ? എന്റെ വീടല്ലേ ഇത്. ഇവളെന്റെ മോളാ. ലേഖയോ? അയ്യോ പിന്നെ, എവളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ പങ്കപ്പാടൊക്കെ പെടുന്നത്. ഞാനില്ലായ്മക്കാരിയാണെങ്കിലും എന്റെ മോക്ക് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. അകത്തോട്ട് വിളിച്ചിരുത്തു മോളെ. വരൂ രാജേഷ്. ഇല്ല, ഞാൻ പോകുന്നു. എവിടെ പോകുന്നു? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. കേരളാകത്ത് പെമ്പിള്ളേരെ പറഞ്ഞു പറ്റിച്ച് കൂട്ടത്തിൽ കൂടണമെന്ന് രസിക്കാമെന്ന് വിചാരിച്ചല്ലടാ. നിന്റെ രസമൊക്കെ ഇനിയും തീർക്കും. അയ്യോ അരുത് ചേട്ടാ, കുഴപ്പമൊന്നും കാണിക്കല്ലേ. കേട്ടോ മോനെ, ഒരു രസത്തിന് വേണ്ടിയാണ് അവളെ കൊണ്ടു നടക്കുന്നതെന്നല്ലേ മോൻ പറഞ്ഞത്. എവളോട് ചോദിച്ചപ്പോ മോൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളെ ചത്തുകളയെന്ന് പറഞ്ഞു. അതുകൊണ്ടാ മോനെ വിളിപ്പിച്ചത്. എന്തു പറയുന്നു? ലേഖ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഇത് ചതി ഒന്നും ഇല്ലടാ പയ്യനെ. ഞങ്ങൾ ഇവിടെ നിനക്ക് രജിസ്റ്റർവാദം ചെയ്തു തരും. എന്താ സമ്മതമല്ലേ? എനിക്ക് എന്റെ വീട്ടിൽ ചോദിക്കണം. ആ വേലയൊക്കെ നിന്റെ മനസ്സിൽ ഇരുന്നാ മതി. ഇപ്പൊ നീ ഇത് സമ്മതിച്ചാൽ ഉടനെ നിങ്ങളുടെ വിവാഹം നടക്കും. ഇല്ലെങ്കിൽ നിന്റെ ഈ ചെവിയുണ്ടല്ലോ, ചെത്തി ഇവിടെ വെക്കും ഞാൻ. എന്ത് പറയുന്നു? കല്യാണം കഴിക്കാൻ അവന് സമ്മതമാ ചേട്ടാ. വിളിച്ചകത്തോട്ട് കൊണ്ടുപോയി ആ ചടങ്ങ് അങ്ങ് നടത്ത്. വാ മോനെ. കേരളത്ത് എന്നെ അങ്ങനെ ഇങ്ങ് തോൽപ്പിച്ചളയുന്നായിരിക്കും. മോളെ, ഇതാണ് നിന്റെ ഭർത്താവിന്റെ വീട്. ഇതാണ് നിന്റെ അമ്മായിയച്ഛൻ ഭജഗോവിന്ദൻ. നമസ്കരിക്കും മോളെ. ചതിച്ചോ ദൈവമേ? എടാ മഹാഭാവി, എടാ ഞാൻ എന്തോന്നായി കാണുന്നത്? എന്താ എന്താ ഇതൊക്കെ? തിടുക്കം കൂട്ടണ്ട, ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം. ഇതെന്റെ അനന്തരവൾ, പേര് ലേഖ. എടാ കാലമാടാ, നിന്റെ അനന്തരവളാണോടാ? അച്ഛൻ മിണ്ടാ നിക്ക്. ആ മനുഷ്യൻ പറയട്ടെ. ഇനി പറയാനൊന്നുമില്ല. നിങ്ങളുടെ ചെറുക്കനും ഞങ്ങളുടെ പെണ്ണും തമ്മിൽ ഗുലാനായി. ഞങ്ങൾ മെരി നടത്തി കൊടുത്തു അല്ലേ ആശാനെ? എങ്കിൽ നീ പറയടാ, ഞാൻ മാറിയേക്കാം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും ചെറുക്കനെയും കുടിയിരുത്താൻ വന്നിരിക്കുകയാണ് ഞങ്ങള്. എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ കോടിക്കാരാ. അത് ശരി, വീട് കയ്യേറാൻ വന്നിരിക്കുകയാണല്ലേ? അത് കൊള്ളാം. കല്യാണവും കഴിഞ്ഞ് വരുന്ന കയ്യേറ്റമാണോ? അനാവശ്യം പറയാതിരിക്കും മനുഷ്യ. എന്റെ സഹോദരന് ഞാൻ അറിയാതൊരു കല്യാണമോ? പുറത്തു പോകുന്ന ആങ്ങളമാര് ചെയ്യുന്നതൊക്കെ വീട്ടിലിരിക്കുന്ന പെങ്ങന്മാരോട് അറിയണമെന്ന് വാശി പിടിച്ചാ കുഴഞ്ഞു പോകും കേട്ടോ. പുറത്ത് പറയാൻ കൊള്ളാത്തൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് അവിടുന്ന്. അതെന്ത് മര്യാദയാ കുഞ്ഞെ? അവിടെ ഭർത്താവിന്റെ വീട്ടിലല്ലേ അവള് താമസിക്കേണ്ടത്? ഭർത്താവോ? ഏത് ഭർത്താവ്? അവൻ എന്റെ മകനാ. ഭർത്താവാകാനുള്ള പ്രായമായിട്ടില്ല അവന്. ആയോ ഇല്ലയോ എന്ന് മകനോട് തന്നെ ചോദിക്കും. നിങ്ങളുടെ പെണ്ണിനെ വിളിച്ചോണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ ഇറക്കി വിടണോ എന്നായിരിക്കും. എങ്കിലും അത് തന്നെ നോക്കിക്കളയാം. നോക്കാൻ എന്തോന്ന്? ഈ വീട് എന്റേതാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കത്തില്ല. അത് നീ തീരുമാനിക്കണ്ട, പോലീസ് തീരുമാനിച്ചോളൂ. ശരി, ആ, ആ. പോലീസ് തന്നെ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ രേഖ കയ്യിലുണ്ടോ? ഉണ്ട് സാർ. എവിടെ? അതങ്ങോട്ട് കൊടുക്കടാ. എന്നാ സാറേ, ആരാ ഇത് എഴുതിയത്? അത് ഞാൻ തന്നെയാണ് സാർ. വാചകങ്ങൾ കൊള്ളാമല്ലോടൂ. എന്ത് ചെയ്യാൻ സാർ, അല്പസ്വല്പം സാഹിത്യവാസനയൊക്കെ ഉണ്ടായിപ്പോയി. ഒന്നും തോന്നിയില്ലെങ്കിലും വരും. എഴുതാൻ തുടങ്ങിയാൽ ഒഴുകിക്കൊണ്ടേയിരിക്കും സാർ. ഞങ്ങൾ നീണ്ട നീണ്ട കാലങ്ങളായി ഇരവും പകലും പ്രണയപരവശരായി വാനമ്പാടികളെ പോലെ വിഹായസിൽ പറന്നു നടന്നിട്ടുള്ളതും തദ്വാര ഈ വിവാഹ രജിസ്ട്രേഷനിൽ ഒപ്പുവെച്ചിട്ടുള്ളതുമാകുന്നു. ഭയര
കോലപ്പാളി, ഇങ്ങനെയാണോ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്? നീ എന്ന് പോലെ രജിസ്റ്റർ ആയത്? അതിപ്പോ തൽക്കാലത്തേക്ക് ഇങ്ങനൊന്നും ചെയ്തേ ഉള്ളൂ സാർ. സമയം കിട്ടുമ്പോ രജിസ്റ്റർ കച്ചേരി പോയി ശരിക്കൊന്ന് ചെയ്യുന്നുണ്ട് സാർ. എങ്കിൽ ശരിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് വല്ലവരുടെയും വീട്ടിൽ താമസിക്കാൻ ചെന്നാൽ മതി. അല്ലാതെ ചെന്നാലുള്ള അനുഭവം അറിയാമോ? അറിയാമോടാ? എന്തായാലും പെണ്ണിന്റെയും ചെറുക്കന്റെ ഒപ്പതിലില്ലോ സാർ. ഈ ഒപ്പിട്ടിരിക്കുന്ന താനാണോ? ഒപ്പിട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഇയാൾ കത്തിയുമായിട്ട് നിന്നപ്പോ ഞാൻ അറിയാതെ ഒപ്പിട്ട് പോയതാണ് സാർ. അറിയാതെ ഒപ്പിട്ട് പോയോ? എന്താ സംശയം? ഒരു തുച്ഛമായ പ്രാണഭീതി. ഇത് എവിടെ ഏർപ്പാടാണ് സാറേ? വഴിയെ പോകുന്നതിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്ക്. നിങ്ങൾ മിണ്ടാതെ നിൽക്കണം. ഉത്തരവ്. തനിക്ക് ഈ പെണ്ണിനെ വിവാഹം ചെയ്യണോ? വേണ്ട, നിങ്ങളോടല്ലേ ചോദിച്ചത്. ഉത്തരവ്. എനിക്ക് വിവാഹം ചെയ്യേണ്ട സാർ. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു? അല്ല സാർ. ഇത് കേട്ടോടെ അരുന്തരവളെ? കാമുകം പറഞ്ഞ കേട്ടോന്ന്. നിർത്തണ. ഇതെന്താ ചന്തയാണെന്ന് വിചാരിച്ചോ? മേലാൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഇവിടെ കിട്ടിയാൽ അമ്മാവനെ അനന്തരവളെ എല്ലാം ഞാൻ ലോക്കപ്പിലാക്കും. മനസ്സിലായോ? വയ്ക്കോ. ഇതെവിടത്തെ ന്യായമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രസവിച്ച അമ്മ കുഞ്ഞിനെ കാണരുതെന്ന് പറയാൻ യവനാര്? ദേവേന്ദ്രന്റെ മകൻ കംസനോ? ഏതായാലും ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല അച്ഛാ. നീ പറഞ്ഞാലും ഞാൻ വിടില്ലടി. അച്ഛാ, ബിന്ദുമോളെ ബോർഡിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോരണം. എനിക്ക് ഒരു അന്തസ്സില്ലേ? അങ്ങനെ അങ്ങോട്ട് തോൽക്കാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. മോളെ, ഇതിങ്ങനെ ചുണയായിട്ട് നിൽക്കേ. ബാക്കി കാര്യം ഈ അച്ഛനേറ്റു. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാ. തുടങ്ങലാ വൈരികളോട് യുദ്ധം തുടങ്ങുകിൽ. വേണ്ട, ബാക്കി ഞാൻ വന്നിട്ട് പാടാം. ഞാൻ മുറിയിലോട്ടാ. ഞാൻ വെളിയിലോട്ടാ. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. വേഗം വേണം. തിടുക്കമാണോ? അതെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എനിക്ക് ഇന്ന് രണ്ടിലൊന്നറിയണം. പറയണം. ഒന്ന്, ബിന്ദുമോളെ എന്തിനെടുത്തോണ്ട് പോകുന്നു? 2, അവൾ എന്തിന് ബോർഡിങ്ങിൽ കൊണ്ട് ചെന്നാക്കി? രണ്ടിനും കൂടെ ഒന്നിച്ച് മറുപടി പറഞ്ഞേക്കാം. മനസ്സുണ്ടായിട്ട് കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞില്ല. എന്നാൽ നീ നമ്പർ ഇടാതെ പറഞ്ഞാൽ മതി. എന്താ സേതുവിന്റെ ഭാവം? നേരെ ഓഫീസിലേക്ക് പോവുക. അതല്ല ചോദിച്ചത്. വാസന്തിക്കൊരു അബദ്ധം പറ്റി. അവൾക്കിനി സേതുവിനെ വേണ്ട ഇന്ന് വാസന്തി പറഞ്ഞോ? ഇല്ലെങ്കിൽ ഈ നടപ്പൊക്കെ നടന്ന് ഞാൻ ഇവിടം വരെ വരുമോ? ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നഷ്ടപരിഹാരം തരേണ്ടി വരും. കാര്യോ? എന്റെ മോളെ കല്യാണം കഴിച്ച് നാശമോശപ്പെടുത്തിയതിന്. അങ്ങനെ നാശമോശപ്പെടുത്തിയിട്ടില്ല. ഇല്ലേ? അവള് 2 പ്രസവിച്ചതോ? പ്രസവിച്ചെങ്കിലേ അത് അവളുടെ കൂടെ ആവശ്യമായിരുന്നു. ആ പിള്ളേർക്ക് 2 ചെലവിന് കൊടുക്കണം. അത് ഞാൻ നോക്കിക്കൊള്ളാം. കുട്ടികളെ ഞാൻ വളർത്തും. ബാബുവിനെ കൂടി കൊണ്ട് വിട്ടു തന്നാൽ മതി. അത് നന്നായി പോയി. പേരെടുക്കാൻ വന്ന അച്ചി ഇരട്ട പറ്റുന്നോ? ഒന്നിനെ കൊണ്ടുപോകാൻ വന്നപ്പോ 2 തന്നിട്ട് പോകാനോ? ഇതിത്തിരി കുഴയോലോടാ സേതുമാധവാ. പഴയ ഭർത്താവിൽ നിന്നും നിനക്കും പിള്ളേർക്കും മാസാമാസം ചിലവിനുള്ള തുകയും ഞാൻ വാങ്ങിത്തരും. ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എത്രയാണെന്നറിയാവോ? 1, നിന്റെ ജോലി കളയണ്ട. 2, മുൻ ഭർത്താവിൽ നിന്നും ചെലവിന് കിട്ടുന്നു. 3, പുതിയൊരു ഭർത്താവും വരുന്നു. എന്താ, ബന്ധം വേർപെടുത്താൻ കേസ് ഫയൽ ചെയ്യട്ടെ? അതെന്തായാലും വേണ്ട. തൽക്കാലം കുഞ്ഞിനെ വിട്ടു തരാനുള്ള വക്കീൽ നോട്ടീസ് അയച്ചാൽ മതി. ശരി, എങ്കിൽ ആ നോട്ടീസ് തന്നെ ആദ്യം ചെല്ലട്ടെ. സത്യം പറയാമല്ലോ, ഞാൻ ഇന്നലെയും കൂടി സുമിത്രാമയെ സ്വപ്നം കണ്ടു. എന്നെയോ? എന്താ കാര്യം? അതിപ്പോ കാണാൻ അഴകും ഐശ്വര്യമുള്ള പെണ്ണുങ്ങളെ സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം വല്ലതും വേണോ? അല്ലേ സേതുമാധവാ? ഞാൻ ചേച്ചി ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവിടെ ഇരിക്കുന്നേ. കുളി കഴിഞ്ഞാലേ കുറച്ചു നേരം ആരെങ്കിലും ആയിട്ട് കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ എനിക്കൊരു ഒരു മജ കിട്ടൂ. ഓഹോ, സേതുമാധവാ, കുറച്ചു സമയം നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കും. കുളി കഴിഞ്ഞ് വന്നതല്ലേ, കുറച്ച് മജ കിട്ടിക്കോട്ടെ. ആരാ? എന്ത് വേണം? അയാളെവിടെ? അയാളെ ഇപ്പൊ ഞങ്ങൾക്ക് വേണം. അയാളോ? അതെ, അയാള് തന്നെ. അയാളെ കൂടെ ഞങ്ങൾ പോകൂ. ആരാ നിങ്ങൾക്ക് വേണ്ടത്? അയാളല്ലേ ആ മറ്റിടത്ത് ഗോവിന്ദൻ? മറ്റിടത്ത് ഗോവിന്ദൻ ആശാനെ, ഭജന ഗോവിന്ദൻ. അയാളെ പുറത്തേക്ക് ഇറക്കി വിടുന്നോ അതോ ഞങ്ങളെ അകത്തേക്ക് കടത്തി വിടുന്നോ? ഇപ്പോഴറിയണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് രൂപ വേണം. 250 രൂപ. 250. എന്തിന്? ഞാൻ അന്തസ്സായിട്ടൊരു ചീട്ടളി ക്ലബ്ബ് നടത്തുന്നവനാണ്. അന്തസ്സുള്ളവർ മാത്രമേ വന്ന് കളിക്കാറുള്ളൂ. നിങ്ങളുടെ അച്ഛനോട് വന്ന് കളിച്ച് തോറ്റു. കൈ കാശില്ല. അവസാനം ഞങ്ങളുടെ ജാമ്യത്തിലാണ് പോകുന്നത്.
എന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് കിടക്കത്തുമില്ല, പൈസ കൊടുക്കത്തുമില്ല. ഇന്ന് പൈസ മേടിച്ചിട്ടേ ഞങ്ങൾ പോകൂ. കേറട്ടെ ആശാന്. ഇവിടെ വാടാ. ആർക്കാടാ രൂപ വേണ്ടത്? ധൈര്യമുള്ളത് മുന്നോട്ട് വാടാ. മര്യാദയ്ക്ക് രൂപ തരുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ ചോര പ്രണയമായിരിക്കും. കളിച്ചു തൊട്ട് രൂപയാണ് ചോദിച്ചത്. തരാത്ത മടിയെന്താ? തരാൻ മനസ്സില്ലടാ. നിനക്ക് മേടിക്കാവോ? മേടിക്കും. അച്ഛൻ കളിച്ചു തോറ്റോ? തോറ്റു. ഇവര് ജാമ്യം നിന്നോ? നിന്നു. രൂപ കൊടുത്തോ? ഇല്ല. ഇനി കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഇല്ല. 250 രൂപയല്ലേ, ഞാൻ തരാം. വേണ്ട മോളെ, ഇത് ചീട്ടുകളിയാണ്. ചിലപ്പോ തോക്കും, ചിലപ്പോ ജയിക്കും. അത് വീട്ടിൽ കയറി ഒന്ന് കത്തി കാണിക്കുന്നത് എവിടുത്തെ മര്യാദയാ? കത്തി കാണിക്കുക മാത്രമല്ല, ചിലപ്പോ ചങ്കിന് കയറ്റി തരുകയും ചെയ്യും. നിങ്ങൾ തമ്മിൽ ഇനി സംസാരിക്കണ്ട. രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? എന്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നത് നിന്റെ ഭാഗ്യമാ. അത് ശരിയാ. അല്ലെങ്കിൽ ശവം നോക്കേണ്ടി ആരുടെ? നിന്റെ. അയ്യോ, ഇതാ അങ്ങോട്ട് കൊടുത്തേക്ക്. അത് വേണ്ട, കൊടുക്കാനുള്ളവർക്ക് ഞാൻ കൊടുത്തോളാം. നീ വാടാ. വേണ്ട, അച്ഛൻ എന്തിനു വെളിയിലേക്കൊന്നും പോണ്ട. ഒന്ന് ചുമ്മാതിരി മോളെ. എന്റെ അച്ഛൻ ഒറ്റ കുത്തിന് 4 ആളെ കൊന്നിട്ടുള്ളവനാ. ഇവന്മാരെന്നെ എന്തോ ചെയ്യാനാ? വേണമെങ്കിൽ വാടാ. ഓ, രക്ഷപ്പെട്ടു. എന്റെ ഓഹരി ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ പോയിക്കോളാം. ഒരു 10 രൂപ കൊടുത്തേ. 10 രൂപയോ? അന്നേരം ഒച്ചയും പേലോണ്ടൊക്കെ തരണല്ലോ 100 രൂപ. 15 കൂടെ. എനിക്കൊരു 150. അപ്പൊ എനിക്കോ? എന്റെ മോളുടെ പെട്ടിയിലിരുന്ന രൂപയല്ലേ? പക്ഷെ അത് പുറത്തിറക്കിയ ഞങ്ങളല്ലേ? അല്ലേ? ആ, ഒരു കാര്യം ചെയ്യാം. കണക്കല്ല, നമുക്ക് ക്ലബിൽ പോയിരുന്നു പറയാം. കൈയെടുക്കണം. ചുമ്മാ വാശനെ പറയാം. ആശാനെ ദേ വരുന്നു. അയ്യോ, നമ്മുടെ മത്തങ്ങാ മാധവിയല്ലേ? തെമ്മാടുത്തരം പറയുന്നു. എന്താ അത് മത്തങ്ങാ മാധവി അല്ലേ? അയ്യോ, പിന്നെ അത് തന്നെ പറയാതെ. ആശാന്റെ സ്വന്തം സഹോദരിയാ മത്തങ്ങ. അയ്യോ, മത്തങ്ങ നിങ്ങളുടെ സഹോദരിയാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്റെ പേര് സത്യം. ചേട്ടാ, ചേട്ടാ, നിങ്ങള് ക്ലബിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാം. അപ്പോഴേ രൂപ നിന്റെ കയ്യിലാ. മാധവനെ വിളിച്ചായിരുന്നു. തലയും കുനിച്ച് പോയാ പിന്നെ വിളിക്കാതിരിക്കാൻ ഒക്കുവോ? ചേട്ടൻ എന്താ ഇപ്പൊ വീട്ടിലോട്ട് വരാത്തത്? ക്ലബിൽ നിന്ന് പോയാൽ സമയം കിട്ടണ്ടേ? അവിടെ ഭയങ്കര തിരക്കല്ലേ? ഓ, ചേട്ടന്റെ ഒരു തിരക്ക്. ഈ കയ്യിൽ എന്തോന്ന്? അയ്യോ മാധവ, ഇത് വേറൊരാളുടെ രൂപ. ആരുടെ രൂപ എന്താ ചേട്ടാ? ഞാനല്ലേ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ ആവശ്യമുണ്ടെന്ന്. പെണ്ണിന് ഫീസ് കൊടുക്കാനാ ചേട്ടാ. എന്നാ എടുത്തു. അവിടെ നല്ലപോലെ പഠിക്കാൻ പറഞ്ഞടി. കുടുംബത്തിൽ നിന്ന് ഒരുത്തിയെങ്കിലും കണ്ണു തെളിഞ്ഞ് വരട്ടെ. എന്റെ പെങ്ങടെ മോള് എനിക്ക് എന്റെ സ്വന്തം മോളെ പോലാടാ. അവളെ ചതിച്ച ഒറ്റ ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ലടാ. നാണു, എന്തിനു വിടുന്നു? ആശാൻ എത്ര എണ്ണത്തിനെ കുത്തി കൊന്നിട്ടുള്ളവനാ. ഇനിയും കൊല്ലും. എന്നിട്ട് ഞാൻ ജയിലിൽ പോവും. ജയിലിൽ എനിക്ക് പുല്ലാടാ, പട്ടി. ആശാനത്തെ കൂടെ പഠിപ്പിച്ചു. പോയിന്നെ മോൻ ഇൻസ്പെക്ടറോട് എന്താടാ പറഞ്ഞത്? എന്റെ അനന്തരവളെ അവൻ കെട്ടത്തില്ലെന്നല്ലേ? മോളെ, നിന്നെ അവൻ വഞ്ചിക്കുകയായിരുന്നടി. നീ ഒരു പാവായി പോയല്ലോ മോളെ. ആശാനെ ഇതാ നോക്കിക്കേ, ആരാ വരുന്നത് കണ്ടോ? അത് അവിടുത്തെ പിള്ളേരല്ലേ? അതെ ആശാൻ. അയ്യോ ആശാനെ, ഇവിടെ ഒന്നും ചെയ്യണ്ടേ, പലരും കണ്ടാൽ. മക്കൾ രണ്ടും കൂടെ അങ്ങോട്ടാ? ഞങ്ങൾ മുത്തശ്ശി വിളിക്കാൻ പോവാ. വഴിയൊക്കെ മക്കൾക്ക് അറിയാവോ? ഞങ്ങൾ ചോദിച്ചു പോവും. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് മക്കളെ മുത്തശ്ശിയുടെ വീട്ടിൽ കൊണ്ടാക്കാം. ദാ മോന്റെ കയ്യെ പിടി, മോളുവാ. മാലയെടുക്കടാ. ആശാന്റെ കയ്യിൽ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല. ആരും കാണാതെ ഞാൻ സൂക്ഷിച്ചോളാം. വേണ്ട, എന്റെ ഈ മടി വീടുള്ളൂ ആശാനെ. എടുക്കാനല്ലേ പറഞ്ഞു? ഇത് ചെറുക്കന്റെ മാലയാ.
ഇത് പെണ്ണിന്റെ, ഇതിനാ തൂക്ക കൂടുതൽ. ചേട്ടൻ ഇത്ര ദുഷ്ടനാണോ? ആ കുഞ്ഞുങ്ങളെ എന്തിനാണ് ചേട്ടൻ? അതെന്റെ കാര്യം. ദാ ഈ മാല വെച്ചേക്കും. ഇതെനിക്ക് വേണ്ട. ആ മഹാഭാരതത്തിന്റെ പങ്ക് എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, കളയാൻ നോക്കുവോ? പൊന്നല്ലേ? ചുരുക്കി പറഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലിക്കാരി പെണ്ണിനെ കൊടുത്തരാൻ പറ്റില്ല അല്ലേ? എന്നില്ല, ഞാൻ പലയിടത്തും ജോലിക്കാരികളെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് എന്തോന്നൊരു പക്ഷേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിനൊരു കല്യാണം കഴിച്ചൂടെ? കല്യാണോ? നടപ്പുള്ള കാര്യാണോ? പിന്നെ പറ്റിയ ഒരുത്തെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവള് സമ്മതിച്ചോ? പെണ്ണിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സാറിന് സമ്മതമാണോ? എന്തോ പ്രായം വരും. പ്രായമൊക്കെ കണക്കാ. എന്നാലും ഒരു ഉദ്ദേശം. പ്രായത്തിന്റെ കാര്യത്തിൽ സാറ് വിഷമിക്കണ്ട, കാണാനും കൊള്ളാം. എങ്കിൽ പിന്നെ നമുക്ക് നടത്തിക്കളയാ. ഏതാ പെണ്ണ്? പെണ്ണ് ഞാൻ തന്നെയാ. നീയോ? അതെ, സാറിനെ ഞാൻ സഹിച്ചാ മതിയല്ലോ. കൊണ്ടുവന്ന് നിർത്തുന്ന പെൺപിള്ളാർക്ക് വീട്ടുജോലിയെങ്കിലും ചെയ്ത് ജീവിക്കാമല്ലോ. നീ എന്നൊന്ന് വാരിയതാണല്ലേ. നിന്നെ ഞാൻ എടുത്തോളാം. ഇപ്പൊ തന്നെ എടുത്തോന്നാ പറഞ്ഞത്. കൂട്ടത്തിൽ പോരട്ടെ? എടി 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 ആട്ടെ കടിച്ച് മാട്ടെ കടിച്ച് എന്തപ്പനാടത്തെ പിടിച്ച് കടിക്കരുത് കേട്ടോ. അയ്യാ. ഇയ്യേ. ഇനിയുള്ള കാലം ഈശ്വര സേവയുമായി കഴിയാനാണ് എന്റെ തീരുമാനം. ഉപകാരം. വീട്ടുജോലിക്ക് ഇനി പെൺപിള്ളാരെ നിർത്താവല്ലോ. അതെ. ശവത്തിൽ കുത്താതെ മകളെ, നാം നേരെ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. അവിടുന്ന് നേരെ സ്വർഗത്തിലേക്ക് പോകാമല്ലോ. നിങ്ങളെല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എന്നെയും. മാറി നിൽക്കൂ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഹൊയ്.